ബിഗ് ബൈ ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏതാണ്ട് ഒരു മാസം നീണ്ടുനിന്ന ശക്തിയേറിയ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ വയനാടും ചേലക്കരയും നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. നാളെ പാലക്കാടും പോകേണ്ടതായിരുന്നു. പക്ഷേ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നതിനാൽ ആ തെരഞ്ഞെടുപ്പ് 20ലേക്ക് മാറ്റിവെക്കുന്നു. ഇവിടെ കൊണ്ടുപിടിച്ച പ്രചരണമാണ് നടക്കുന്നത്. അപ്പോൾ ചേലക്കരയും വയനാടും നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ചേലക്കരയിൽ നിന്ന് ആസിഫ് മുഹമ്മദ്, പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി, വയനാട്ടിൽ നിന്ന് ലിജോ വർഗീസ് എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ചേലക്കരയിലേക്ക് പോയാൽ, ചേലക്കരയിൽ ആസിഫ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് എന്ന് അവിടെയുള്ള ആസിഫ് മാത്രമല്ല ബിനിലടക്കം അവിടെ നിൽക്കുന്ന എല്ലാ റിപ്പോർട്ടർമാരും ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, നിങ്ങൾ അവസാനം എല്ലാവരും ചേലക്കരയിലേക്ക് വരേണ്ടി വരും, ഇവിടുത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നിങ്ങൾക്ക് ആ വോട്ട് എണ്ണുന്ന ദിവസം കാണേണ്ടി വരും എന്ന് വെല്ലുവിളിച്ച ഒരാളാണ് ആസിഫ്. ആസിഫ്, എത്രത്തോളം ശക്തമായിരുന്നു ഈ പ്രചരണ രംഗത്ത് അവിടെ മുന്നണികൾ? സാധാരണ ഇടതുപക്ഷം വലിയ തോതിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന, വലിയ തോതിൽ മേൽക്കൈ നേടുന്ന ഒരു മണ്ഡലത്തിൽ എത്രത്തോളം ശക്തിയേറിയ ഒരു പോരാട്ടം, വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നിങ്ങൾ അവിടെ കണ്ടത്? തീർച്ചയായും വലിയ ശക്തിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെ ചേലക്കരയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ആദ്യഘട്ടത്തിൽ അത് LDFന് അനുകൂലമായി, അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ ആളുകൾക്ക് പറയാനുണ്ടായിരുന്നുവെങ്കിൽ, പക്ഷേ രമ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ഒരു 4-5 ദിവസം കൊണ്ട് ആ ട്രെൻഡ് മാറ്റിയെടുക്കാൻ UDFന്റെ ക്യാമ്പിന് കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. കാരണം ബൂത്ത് തലത്തിലുള്ള കൃത്യമായ പ്രചാരണത്തിലൂടെ തന്നെയാണ് ഇത്തവണ UDFന്റെ ക്യാമ്പ് മുന്നോട്ട് പോയത്. അവർ മുൻ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുപ്പ് നടത്തി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെ അവർ ആ ഒരു പ്രചാരണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചേലക്കരയുടെ ചരിത്രമെടുത്താൽ 6 തവണ UDFനൊപ്പവും 8 തവണ LDFനൊപ്പവും നിന്ന മണ്ഡലമാണ്. പക്ഷേ രാധാകൃഷ്ണൻ മത്സരിക്കാൻ തുടങ്ങിയതിനു ശേഷം തുടർച്ചയായി LDFനൊപ്പം നിന്ന് വരുന്ന മണ്ഡലമാണ്. ഈ പഞ്ചായത്തുകളുടെ മറ്റും കണക്കെടുത്താൽ 9 പഞ്ചായത്തുകളിൽ ഇപ്പോഴും 6 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് LDF ആണ്, 3 പഞ്ചായത്ത് UDF ഭരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും മുഴുവൻ ഡിവിഷനും LDFന്റെ കൂട്ടത്തിലാണ്. അങ്ങനെ LDFന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുള്ള ഒരു മണ്ഡലം തന്നെയാണ് ചേലക്കര. പക്ഷേ ചിട്ടയായുള്ള പ്രവർത്തനത്തിലൂടെ അതിനെ മറികടക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF ഇത്തവണ ഇറങ്ങിയത്. അതിനാവശ്യമായുള്ള സജ്ജീകരണങ്ങൾ അവർ ഏർപ്പെടുത്തി. പ്രചാരണ രംഗത്ത് അവർ ഒപ്പത്തിനൊപ്പം നിന്നു, കൊട്ടിക്കലാശത്തിലടക്കം അവർ ഒപ്പത്തിനൊപ്പം നിന്നു. അതുകൊണ്ട് എന്ത് തരത്തിലുള്ള ഫലം വരുമെന്ന് നമുക്ക് ഈ സമയത്ത് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. BJP ശക്തമായി ഒരു പ്രചാരണ രംഗത്തുണ്ടായിരുന്ന മണ്ഡലമാണ്. BJP ഘട്ടം ഘട്ടമായി വോട്ട് വർദ്ധിപ്പിച്ചു വരുന്ന മണ്ഡലമാണ്. ഇത്തവണത്തെ അവരുടെ സ്ഥാനാർത്ഥി തന്നെ മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ്, മണ്ഡലത്തിൽ ജനപ്രിയനായ ഒരാളാണ്. അങ്ങനെ BJP പിടിക്കുന്ന വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിന് ഉറപ്പായിട്ടും സ്വാധീനിക്കും. പിന്നീട് PV അൻവറിൻ്റെ DMK ഉണ്ട്. DMKയ്ക്ക് ഇവിടെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വന്ന SDP അടക്കം പിന്തുണ, പരോക്ഷ പിന്തുണ DMKയ്ക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ കൃത്യമായി കിട്ടി വന്ന ഒരു 1000-ലധികം വരുന്ന വോട്ടുകൾ അത് DMKയ്ക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് അൻവർ പിടിക്കുന്ന വോട്ടുകൾ എത്രത്തോളം ഉണ്ടത് എന്നുള്ള ഘടകങ്ങളടക്കം ചേലക്കരയുടെ ബലം നിർണ്ണയിക്കാൻ ഇത്തവണ കാരണമാകുന്ന കാര്യം ഉറപ്പാണ്. അതിലേക്ക് നമുക്ക് വിശദമായി എത്താം. മറ്റൊരു കാര്യം, ഈ സ്ഥാനാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ 3 മുന്നണികളുടെയും കാര്യം വിലയിരുത്തിയാൽ അവർക്ക് ദ ബെസ്റ്റ് എന്ന് തോന്നുന്ന കാൻഡിഡേറ്റ് തന്നെയാണ് തോന്നുന്നു. അവർ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികൾ, അവരുടെ കാര്യത്തിൽ 3 മുന്നണികൾക്കും ഒരു തർക്കവുമില്ലാത്ത വണ്ണം യോഗ്യരായ സ്ഥാനാർത്ഥികൾ എന്ന് തന്നെ നമുക്ക് ചേലക്കരയിൽ പറയേണ്ടി വരുമല്ലേ? തീർച്ചയായും അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവും ആർക്കുമില്ല. കാരണം K രാധാകൃഷ്ണൻ മാറി നിന്നാൽ LDFന് UR പ്രദീപിൽ കഴിഞ്ഞ അത്ര നല്ലൊരു സ്ഥാനാർത്ഥി വേറെയില്ല. കാരണം മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും ആളുകളെ തിരിച്ചറിയുന്ന ആൾ. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബൈറ്റെടുക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിലാണ്. അവിടെ അദ്ദേഹം വന്ന സമയത്ത് തന്നെ വലിയൊരു ആൾക്കൂട്ടം അങ്ങോട്ട് വന്നു ചേരുകയാണ്. അത്രത്തോളം ജനകീയനാണ് അദ്ദേഹം. ദേശമംഗലത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതിനപ്പുറത്തേക്ക് ദേശമംഗലത്തിൻ്റെ അപ്പുറത്ത് മറ്റെവിടെ പോയാലും ആളുകളെ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ വാഹന പ്രചാരങ്ങളിലും മറ്റും പോകുമ്പോൾ അദ്ദേഹം ആ വാഹനത്തിൽ നിന്നുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ ചേലക്കര ടൗണിലും മറ്റും ആളുകളെ പേരെടുത്ത് വിളിക്കുന്നു. അത്രത്തോളം ബന്ധമാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് LDFനെ സംബന്ധിച്ചോളം രാധാകൃഷ്ണൻ കഴിഞ്ഞാൽ പ്രദീപ് മാത്രമാണ് ഇത്രത്തോളം ഒരു ജനകീയനായ സ്ഥാനാർത്ഥി ചേലക്കരയിൽ നൽകാറുള്ളത്. അത് ഇതിനു മുമ്പ് UR പ്രദീപിനെ സ്ഥാനാർത്ഥിയാക്കിയതും ആ ജനകീയത വെച്ചുകൊണ്ടാണ്. അത് അദ്ദേഹം ആ മണ്ഡലം വിജയം നിലനിർത്തുകയും ചെയ്തു. ഇനിയും UDFന്റെ ക്യാമ്പിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ കുറേ കാലമായി അവർ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ വോട്ട് വിഹിതം കുറച്ചുകൊണ്ട് വരുന്ന ഒരു ഘട്ടം
ഘട്ടമായിരുന്നു നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുക. പക്ഷേ ആലത്തൂരിൽ രമ്യ പിടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു മേഖലയിൽ ഉണർവുണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭയിലും രമ്യ പരാജയപ്പെട്ടുവെങ്കിൽ പോലും കെ രാധാകൃഷ്ണൻ മത്സരിച്ച മണ്ഡലത്തിൽ, അത്രത്തോളം ജനകീയനായ കെ രാധാകൃഷ്ണൻ മത്സരിച്ച മണ്ഡലത്തിൽ പോലും വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അത് UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് കെ രാധാകൃഷ്ണന്റെ ആ ഒരു മികവിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞതടക്കം വലിയ പ്രതീക്ഷയിലാണ് അവർ കാണുന്നത്. അതുകൊണ്ട് 6,000 താഴെ വരുന്ന ആ വോട്ട് ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ അത് മറികടക്കാൻ രമ്യയ്ക്ക് കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർ കണക്ക് കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ 3 പഞ്ചായത്തുകളിൽ ലീഡ് ചെയ്യാൻ കഴിഞ്ഞു. അതടക്കമുള്ള കാര്യങ്ങൾ അവർ കണക്ക് കൂട്ടുന്നു. അതോടൊപ്പം UDF ചിട്ടയായ പ്രവർത്തനം കൂടിയാകുമ്പോൾ അത് വിജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. NDAയുടെ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ സ്ഥാനാർത്ഥി വളരെ നിർണായകമാണ് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടി വരും. സാധാരണഗതിയിൽ മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആളോ മറ്റോ ആണ് ഇവിടെ മത്സരിക്കുക. എങ്കിൽ പോലും 2016 ശേഷം കൃത്യമായ വോട്ട് വിഹിതം NDAയുടെ ക്യാമ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന് കണക്ക് നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ ആദ്യം NDA ഇവിടെ മത്സരത്തിന് വരുന്ന സമയത്ത് 1987 6,119 വോട്ടുകൾ മാത്രം പിടിച്ച പാർട്ടിയാണ്. പക്ഷേ 2016 അത് 23,845 ആക്കി വർദ്ധിപ്പിക്കാൻ NDAയ്ക്ക് കഴിഞ്ഞു. 2021 24,045 വർദ്ധിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പമാണ് ഇത്തവണ അവർക്ക് തിരുവില്ലാമലയിലെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന മണ്ഡലത്തിലെ ജനകീയനായ ഒരാളെ BJPയുടെ ഭാഗത്തു നിന്ന് അവർക്ക് മത്സരരംഗത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കണക്ക് കൂട്ടുന്നത് വലിയ രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട ഒരു ഫലം ഇത്തവണ ഉണ്ടാകുമെന്നുള്ളതാണ്. അതിനനുസരിച്ച് ഉള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം അവർക്ക് നടത്താൻ കഴിഞ്ഞു. അവർ രാധേട്ടൻ എന്നുള്ള ഒരു ക്യാമ്പയിൻ LDFന്റെ ക്യാമ്പ് മുൻകാലങ്ങളിൽ നടത്തിയതിന് സമാനമായി ബാലേട്ടൻ എന്നുള്ള ഒരു ക്യാമ്പയിൻ അടക്കമാണ് ഇത്തവണ NDAയുടെ ക്യാമ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമായ സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥി കൊള്ളാത്തത് കൊണ്ട് ഞങ്ങളുടെ വോട്ട് കുറഞ്ഞു എന്ന 3 മുന്നണികൾക്ക് പറയാൻ കഴിയാത്ത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുധീർ പൊട്ടിത്തെറിച്ചു പോയി എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും UDFും കോൺഗ്രസും അവരുടെ സ്ഥാനാർത്ഥിയിൽ ഓക്കെയാണ്. അതുപോലെ തന്നെയാണ് 3 മുന്നണികളും പെർഫെക്റ്റ് ഓക്കെ എന്നുള്ളതാണ് അവരുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഈ 3 മുന്നണികളുടെയും അണികൾക്കും പ്രവർത്തകർക്കും ഒക്കെ പറയാനുള്ളത് ചേലക്കരയിൽ. അതുകൊണ്ട് തന്നെ ആ ഫൈറ്റ് വളരെ ശക്തിയേറിയതാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടക്കുന്നത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ആ സുധീർ അവിടെ നിന്നും പോയതിൻ്റെ ഇഫക്റ്റ്, ആ അൻവർ ഇഫക്റ്റ് എന്താകും എന്നതുകൂടി അറിയാനുണ്ട്. അതിലേക്ക് മടങ്ങിയെത്താം. അതിനു മുമ്പ് വയനാട്ടിൽ നിന്നും ലിജോ കുറച്ചു നേരമായി കാത്തിരിക്കുന്നുണ്ട്. ലിജോ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള പോരാണ് ഇത്തവണ നടക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ആനയിക്കുന്ന മണ്ഡലം എന്ന പ്രത്യേകത വരുന്നു വയനാടിന്. അതുകൊണ്ട് തന്നെ വലിയ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പോരാട്ടം നടക്കുകയാണ്. ഈ പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്ത് വന്നതോടുകൂടി തന്നെ കോൺഗ്രസ് അണികൾ വല്ലാതെ ആവേശത്തിലാണ് അവിടെ എന്നറിയാം. ഭൂരിപക്ഷം കൂട്ടുന്നതിനുള്ള മത്സരം അതുമാത്രമാണ് അവിടെ UDFും കോൺഗ്രസും നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും വനിതാ വോട്ടർമാരെ വളരെ ഗംഭീരമായി അവരെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചത്. പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അതായത് ഗാന്ധി കുടുംബത്തിലെ രണ്ടാമതൊരാൾ കൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി വരുന്നത് വയനാട്ടിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച്, ലീഗ് ഉൾപ്പെടെയുള്ള UDFുകാരെ സംബന്ധിച്ച് വലിയ ആവേശം തരുന്ന ഒന്നാണ്. ആ തരത്തിലാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉണ്ടായത്. മുൻപെങ്ങുമില്ലാത്തത്, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനേക്കാൾ ഗംഭീരമായി ഉള്ള ബൂത്ത് പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഇത്തവണ കോൺഗ്രസിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ മണ്ഡലങ്ങളിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയും ഒരു കൃത്യമായ ചിട്ടയായ ഒരു പ്രവർത്തനം, ഒരുപക്ഷെ ഇടതുപക്ഷത്തിൽ CPM ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ വളരെ ചിട്ടയായ ഒരു പ്രവർത്തനം ഇത്തവണ UDF അവിടെ ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് അവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാ ബൂത്തുകളും അത്രത്തോളം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അത് MP-മാരും MLA-മാരടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ അതിൻ്റെ മേൽനോട്ടക്കാരായി നിർത്തിക്കൊണ്ട് ആ തരത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയത്. മറ്റൊന്ന് ആവേശം എന്നതാണ്. അത് പ്രിയങ്ക ഗാന്ധിയെ പോലൊരു നേതാവ് വയനാട് ജില്ലയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ആവേശമാണ്. ആ ആവേശത്തെ അതുപോലെ തന്നെ നിലനിർത്താൻ, ആ തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രഖ്യാപനം വന്നത് മുതൽ ഏറ്റവും ഒടുവിലായി ഇന്നലെ വരെയും ആ ആവേശം നിലനിർത്താൻ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞു. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ വന്നിട്ടല്ല യഥാർത്ഥത്തിൽ ആ ആവേശം നിലനിർത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. അത് അവരുടെ ഒന്നും മേൽനോട്ടത്തിലല്ല യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വയനാട്ടിൽ നടന്നിട്ടുണ്ടാവുക. അവർ വന്നു പോകുക, അവർ കൂടുതൽ ചേലക്കരയോ പാലക്കാടോ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവർ
അവരൊന്നും അല്ലാതെ ആളുകൾ മറ്റു കുറെ ഒരു വിഭാഗം നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ വളരെ കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ആ പ്രചരണത്തിൽ മുഴുവൻ കാണാൻ കഴിയും. പ്രതിപക്ഷ നേതാവിന് 1-2 തവണ, അതായത് പത്രികാ സമർപ്പണത്തിന് അന്നും അവസാന ദിവസമാണ് പ്രതിപക്ഷ നേതാവിനെ നമുക്ക് ആ വേദിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ പ്രചരണ വാഹനത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. കെ സുധാകരന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. രാഹുൽ ഗാന്ധി 3 തവണ വന്നിട്ടുണ്ട്. ആ സമയത്ത് കെ സി വേണുഗോപാൽ അവിടെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഇല്ലാതെ, അല്ലെങ്കിൽ അവരുടെ ഒന്നും മേൽനോട്ടത്തിലല്ല, അടിത്തട്ടിൽ വളരെ കൃത്യമായി ടി സിദ്ദിഖ് അടക്കമുള്ള ഡീൻ കുര്യാക്കോസിനെ പോലെ, രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള MP-മാരെ നിയോഗിച്ചുകൊണ്ട് ഓരോ നിയോജക മണ്ഡലത്തിലും വളരെ കൃത്യമായ നിരീക്ഷകരെ നിർത്തിക്കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കാൻ ഏതായാലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആവേശം യഥാർത്ഥത്തിൽ അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ത്രീ വോട്ടർമാരും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുടെ വലിയൊരു പിന്തുണ ഏതായാലും പ്രിയങ്ക ഗാന്ധിക്കുണ്ട്. അവരൊരു ആ തരത്തിലുള്ളൊരു ദേശീയ നേതാവെന്ന നിലയ്ക്ക് അവരെ അങ്ങനെയാണ് കാണുന്നതും. ആ ഇമേജ് അത് വളരെ കൃത്യമായി കൊണ്ടുപോകാൻ കഴിഞ്ഞു. വിവാദങ്ങളിൽ ഒന്നും, ഒരു തരത്തിൽ പോലും വിവാദങ്ങളിൽ ഇട കൊടുക്കാതെ, അല്ലെങ്കിൽ വിവാദങ്ങൾക്ക് മുഖം കൊടുക്കാതെ മുമ്പോട്ട് പോയ പ്രിയങ്ക ഗാന്ധിയാണ് നമ്മൾ കണ്ടത്. അത് ഇടതുപക്ഷ സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാനോ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം തിരിച്ചു വാങ്ങാനോ അവർ ശ്രമിച്ചില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി മണ്ഡലത്തെ ഉപേക്ഷിച്ചു പോയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. ആ തരത്തിൽ ഒരു തരത്തിൽ പോലും അതിനെ ഏതെങ്കിലും തരത്തിൽ എതിർക്കുന്നതിന് പകരം വൈകാരികമായി തന്റെ സഹോദരൻ ഇവിടെ നിന്ന് പോയതിന്റെ കാരണം ഇതാണെന്നും, നിങ്ങളോട് തമ്മിൽ അത്രത്തോളം വലിയ സ്നേഹമുള്ള തന്നോട് ഈ മണ്ഡലത്തോട് അത്രയും സ്നേഹമുള്ള ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു വെക്കാൻ മാത്രമാണ് അവർ ശ്രമിച്ചത്. അവരുടെ ഭർത്താവ് റോബർട്ട് വദ്രയുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ അവർ ഒരു വൈകാരികമായ അപ്രോച്ച് തന്നെയാണ്. ഒരു വൈകാരികമായ അപ്രോച്ച് തന്നെയാണ് നടത്തിയത്. പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ റോബർട്ട് വദ്രയ്ക്കെതിരായ ആരോപണങ്ങൾ, ഭൂമി വിവാദം അടക്കമുള്ളവ, ഒപ്പം കോൺഗ്രസിലെ കുടുംബാധിപത്യം, ഗാന്ധി കുടുംബത്തിന്റെ ആധിപത്യം അടക്കമുള്ളവ വലിയ ചർച്ചയാക്കാൻ BJP അവിടെ ശ്രമിച്ചിരുന്നെങ്കിലും അതിലൊന്നും വീഴാതെ ഒരുപക്ഷെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പോക്കായിരുന്നു പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആ പ്രചാരണത്തിൽ ഉടനീളം കാഴ്ചവെച്ചത്. അവരെല്ലാവരും ചേർന്ന് ഇത്രയും ദിവസങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു പ്രചാരണവും നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ വയനാട്ടിൽ കണ്ടത്. ഒപ്പം പറയാനുള്ളത് ലിജോ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തം നേരിട്ടതിന് ശേഷം ഏതാനും മാസം കഴിഞ്ഞിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇപ്പോഴും ആ നാടിന് ഒരു കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ല. ഈ വിഷയങ്ങളൊക്കെ, അത് മാത്രമല്ല രാത്രിയാത്ര നിരോധനമടക്കമുള്ള നിരവധി വിഷയങ്ങൾ വയനാട് നേരിടുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഈ ഒരു ആവേശത്തിനും അപ്പുറം, പ്രിയങ്ക ഗാന്ധി വന്നതിലെ ആവേശത്തിനും അപ്പുറം ചർച്ചയാകുവാൻ സഹായിച്ചിട്ടുണ്ടോ ഈ ഉപതെരഞ്ഞെടുപ്പ്? തീർച്ചയായും അങ്ങനെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാലാകാലങ്ങളായി വയനാട്ടിലെ മനുഷ്യർ പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് വനം വന്യജീവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രാത്രി യാത്രാ നിരോധനം ഏതാണ്ട് 10 വർഷത്തിൽ കൂടുതലായി നിലനിൽക്കുന്ന ഒന്നാണ്. ഒരു ബദൽപാത വേണമെന്നുള്ള ആവശ്യം കാലാകാലങ്ങളായി, അതായത് വർഷങ്ങൾ, പതിറ്റാണ്ടുകളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ഈ വിഷയങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചർച്ചയാവുകയും ആ ചർച്ചയ്ക്കപ്പുറത്തേക്ക് അതിൽ വലിയ പരിഹാരങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത് കാലാകാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2 പതിറ്റാണ്ടായി അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ് അവിടെയുള്ള മനുഷ്യരെല്ലാവരും. അതിനിടയിലാണ് ഈ ചൂരൽമല മുണ്ടക്കൈ എന്ന വലിയൊരു ദുരന്തം, ഒരുപക്ഷെ ദേശീയ തലത്തിൽ നോക്കിയാൽ ഏറ്റവും വലിയൊരു ദുരന്തം. ഇത്രയും മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട, ഇത്രത്തോളം സ്വത്തുവകകൾ ഇല്ലാതായ, മനുഷ്യർ ഛിന്നഭിന്നമാക്കപ്പെട്ട, പല സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെട്ടു പോയ ഒരു വലിയ ദുരന്തം. ആ ദുരന്തം നടന്നതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വലിയ തരത്തിൽ വൈകാരികമായി തന്നെ ആ ജനങ്ങൾ, അത് മേപ്പാടിയിലൊക്കെ നമ്മുടെ പൊളിറ്റിക്കൽ മാസ് എന്ന പരിപാടി നടക്കുന്ന സമയത്ത് അവർ അത്ര വൈകാരികമായാണ് ഈ വിഷയത്തെ കാണുന്നത്. നമുക്കവിടെ നേരിട്ട് കാണാൻ കഴിയും. അത്രത്തോളം വൈകാരികമായ വിഷയം. അവർക്ക് ഇപ്പോഴും ഒരു പുനരധിവാസം സാധ്യമാവാത്തൊരു സാഹചര്യമുണ്ട്. അവർക്കുള്ള നഷ്ടപരിഹാരം നൽകാൻ കൃത്യമായി ആ കാര്യവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോഴും രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നതിനപ്പുറത്തേക്ക്, അതായത് പരസ്പരം പഴിചാരുന്നതിനപ്പുറത്തേക്ക് കൃത്യമായി മനുഷ്യർക്ക് കൃത്യമായ ഒരു സഹായം ലഭ്യമാകാത്ത, അല്ലെങ്കിൽ അതിന്
LDFന് ആർക്കാണോ അതിന്റെ സഹായം ലഭിക്കേണ്ടത് അവർക്കത് ലഭിക്കാത്തൊരു സാഹചര്യം വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥ അവിടെ ഉണ്ട്. അത്തരം വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അത് ഏറിയും കുറഞ്ഞും പലതരത്തിൽ അവിടെയുള്ള സ്ഥാനാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട്. പലരതിനെ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങൾക്കും ഈ പറച്ചിലിനും അപ്പുറത്തേക്ക് മനുഷ്യർ ഈ വിഷയങ്ങളൊക്കെ ഇപ്പോഴും നേരിടുന്നുണ്ട്. അതിനൊരു പരിഹാരമാകുമെന്നത് സംബന്ധിച്ച് അവരിപ്പോഴും അത്രത്തോളം ശുഭാപ്തി വിശ്വാസമുള്ളവരാണെന്ന് ഒരുപക്ഷെ ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം ഇനിയും ഈ തരത്തിലുള്ള വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിലൊരു പ്രതീക്ഷയൊന്നും യഥാർത്ഥത്തിൽ അവിടുത്തെ മനുഷ്യർക്കുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ലിജോ, ഞാൻ ഒരിക്കൽ കൂടി ലിജോയിലേക്ക് തിരിച്ചെത്താം. ആസിഫ് തുടരുന്നുണ്ട്. ആസിഫ്, നേരത്തെ അൻവറിന്റെ കാര്യം പറഞ്ഞു. ഈ അൻവർ ഇഫക്റ്റ് ചേലക്കരയിൽ ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക? ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, നാളെ 3 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ അവർക്ക് ആ മണ്ഡലത്തിൽ വോട്ടുണ്ടോ? എങ്ങനെയാണ് ആ കാര്യങ്ങൾ കൂടി, അവരുടെ നാളത്തെ പരിപാടികൾ കൂടി വളരെ വേഗം. തീർച്ചയായും അൻവറിന്റെ വോട്ട് പ്രതിഫലിക്കുമോ എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ അൻവർ ഒരു പിടിക്കുന്ന വോട്ടിന്റെ എണ്ണം അനുസരിച്ചിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SDPI അവരിപ്പോൾ അൻവറിന് പരോക്ഷ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. SDPI ഒരു 1100ഓളം വോട്ട് തുടർച്ചയായി പിടിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര. ആ വോട്ട് അൻവറിന് അവർ കേഡർ വോട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് അൻവർ ഒരു 3000-നും 4000-നും ഇടയിലുള്ളൊരു വോട്ട് പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. കാരണം ഇത് ആരുടെ വോട്ടാണ് അൻവർ പിടിക്കുക എന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമാകില്ല. കാരണം ആയിരുന്ന ഒരാളാണ് സ്ഥാനാർത്ഥിയെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് ഒരു പക്ഷേ ഈ അൻവറിന്റെ സ്ഥാനാർത്ഥിയായ സുധീറിന് വലിയ രീതിയിലുള്ള വോട്ടുകൾ നേടാനുള്ള സാധ്യത കുറവാണ്. ഇത് അൻവർ എഫക്റ്റിൽ വരുന്ന വോട്ടുകൾ മാത്രമായിരിക്കും പൊതുവെ ഇത്തരത്തിൽ അൻവറിന്റെ സ്ഥാനാർത്ഥി പിടിക്കുക. അത് എത്രത്തോളം ഉണ്ട്? അത് 5000-ഓളം വോട്ടൊക്കെ പിടിച്ചാൽ സ്വാഭാവികമായും വലിയ രീതിയിൽ ഈ മണ്ഡലത്തെ സ്വാധീനിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊന്ന് സ്ഥാനാർത്ഥികളുടെ കാര്യം. UR പ്രദീപ് ദേശമംഗലത്താണ് അദ്ദേഹത്തിന് വോട്ടുള്ളത്. അദ്ദേഹം നാളെ രാവിലെ 7 മണിക്ക് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോളൂ. മറ്റൊന്ന്, UDF സ്ഥാനാർത്ഥിക്ക് ഇവിടെ രമ്യ ഹരിദാസിന്റെ വോട്ട് മണ്ഡലത്തിലല്ല. മറ്റൊന്ന് BJP സ്ഥാനാർത്ഥി തിരുവില്ലാമലയിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തുക. അദ്ദേഹം രാവിലെ 8 മണിക്ക് മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നു പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് K രാധാകൃഷ്ണനാണ്. അദ്ദേഹം ചേലക്കരയിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തും. അതാണ് പ്രധാനപ്പെട്ട ആളുകൾ ഈ മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനുള്ളത്. മറ്റേ വലിയ സെലിബ്രിറ്റികളോ മറ്റോ ഒന്നും ഈ ഒരു ചേലക്കര മണ്ഡലത്തിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് കൂടിയുണ്ട്. അങ്ങനെ ഏതായാലും രാവിലെ 8 മണിക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികൾ 2 പേരും വോട്ട് രേഖപ്പെടുത്തും. MP രാധാകൃഷ്ണനും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം കൃത്യമായ കണക്കുകൂട്ടലുകളിലാണ് ഓരോ മുന്നണികളും ഉള്ളത്. അവർ എത്രത്തോളം ഭൂരിപക്ഷം കഴിയും, ഏതൊക്കെ പഞ്ചായത്തിന് മുന്നിട്ട് നിൽക്കാൻ കഴിയും, അത്തരത്തിലുള്ള കണക്കുകൂട്ടൽ. ശരി ആസിഫ്, നമുക്ക് പ്രസാദിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക് പോകാം. അതിനു മുമ്പ് ലിജോയിലേക്ക്. ലിജോ, ഈ പറഞ്ഞതുപോലെ അവിടെയും സ്ഥാനാർത്ഥികൾ നാളെ ഉണ്ടാകുമോ? പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധി ബൂത്തുകളിലേക്ക് എത്തുമോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രിയങ്ക ഗാന്ധി നാളെ ബൂത്തുകളിൽ കൂടി വന്നതിന് ശേഷം അതിൽ ഉച്ചവരെയാണ് അവർ മണ്ഡലത്തിലുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഉച്ചവരെ ഈ ബൂത്തുകളിൽ ആളുകളുടെ അടുത്ത് എത്തിയതിനു ശേഷം പിന്നീട് ഡൽഹിക്ക് മടങ്ങും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ബൂത്തിലേക്ക് കൂടി പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ഇന്നലെ നടന്ന പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസം കുട്ടിക്കലാശത്തിന് ശേഷവും അവർ മണ്ഡലത്തിൽ തുടരുന്നത് അതിനാണ്. അപ്പോൾ നാളെ ഉച്ചവരെ അവർ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 3 സ്ഥാനാർത്ഥികൾക്കും, അത് പ്രിയങ്ക ഗാന്ധിക്കും LDFന്റെ CPIക്ക് വേണ്ടി മത്സരിക്കുന്ന സത്യൻ മുഖേരിക്കായാലും അതോടൊപ്പം തന്നെ NDAയുടെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള നവ്യ ഹരിദാസിനും മണ്ഡലത്തിലല്ല വോട്ട്. അവർ 2 പേർ കോഴിക്കോടുകാരാണ്, ഒരാൾ ഡൽഹിയിൽ വോട്ടുള്ള ആളാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ 3 പേർക്കും അവിടെ വോട്ടില്ല. ഈ പകരം അവിടെ ഒരു പ്രധാനപ്പെട്ട ആളെന്ന നിലക്ക് മന്ത്രി OR കേളുവാണ് അവിടെ ഉള്ളത്. അദ്ദേഹം അതോടൊപ്പം തന്നെ T സിദ്ദിഖ് MLAക്ക് അവിടെ വോട്ടുണ്ട്. അതുപോലെ വളരെ കുറച്ച് സെലിബ്രിറ്റികളായിട്ടുള്ള സിനിമാ താരങ്ങളടക്കമുള്ള ആളുകൾക്ക് അവിടെ വോട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി തന്നെ ആയിരിക്കും അത്തരത്തിലൊരു ശ്രദ്ധാകേന്ദ്രമായിട്ട് അവിടെ ഉണ്ടാവുക. അവർ നാളെ ഉച്ചവരെ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വോട്ടെടുപ്പ് തുടങ്ങി ഒരു ഉച്ചയോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം വരുന്നൊരു സ്ഥലം കൂടിയാണ്. വലിയ തരത്തിൽ വയനാടിനുള്ളിൽ പ്രശ്നബാധിത മേഖലകളില്ല. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി മേഖലയിൽ പ്രശ്നബാധിത മേഖലകളുണ്ട്. അവിടെ ആ തരത്തിലുള്ള ശ്രദ്ധ ഒരുപക്ഷെ നാളെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി.
പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുകയാണ്. പ്രസാദ്, പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ കൂടിയും ഈ മറ്റ് 2 മണ്ഡലങ്ങളിലും ചർച്ചയായ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങൾ, അത്തരത്തിലുള്ള വിവാദങ്ങൾ, ഇതിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രം പാലക്കാടായിരുന്നു അല്ലേ? അത്തരത്തിൽ കൂടി പാലക്കാട് പ്രധാന ശ്രദ്ധാകേന്ദ്രമാകുന്ന സ്ഥിതിയുണ്ട് നാളെ ചേലക്കരയും വയനാടും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ. തീർച്ചയായിട്ടും ലക്ഷ്മി, ഇനി പാലക്കാട് കൂടുതൽ പേടിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പോലും പാലക്കാട് നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ വിവാദങ്ങളും അത് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പം നാളെ ചേലക്കരയിലും വയനാടും പോളിംഗ് കഴിഞ്ഞാൽ പിന്നീട് എല്ലാ രാഷ്ട്രീയ നേതാക്കളും അവരുടെ സംഘടനാശേഷി പ്രയോഗിക്കുക പാലക്കാടാണ്. ഇപ്പോൾ തന്നെ നിലവിൽ ഒരുപാട് വിവാദങ്ങൾ UDF-ലാണെങ്കിലും LDF-ലാണെങ്കിലും NDA-യിലാണെങ്കിലും എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് പോലും ഇന്ന് രാവിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം BJP-യും കോൺഗ്രസും കള്ളവോട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിൽ 177-ാം നമ്പർ ബൂത്തിൽ 37 വോട്ടുകൾ മലമ്പുഴ മണ്ഡലത്തിലുള്ള ആളുകളുടെ വോട്ടുകൾ അവിടെ ചേർത്തു എന്നുള്ളതാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ അത്തരത്തിലുള്ള വോട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തു കൊണ്ടുവരാനാണ് CPM ശ്രമിക്കുന്നത്. അതിന് മറുപടിയായി ഇപ്പോൾ ഇന്ന് രാവിലെ കൃഷ്ണകുമാർ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിൻ്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന പരിപാടി പ്രസ് ക്ലബ്ബിലുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി CPM-ന്റെ ശക്തികേന്ദ്രമാണ് കണ്ണാടി. അപ്പോൾ അത്തരമൊരു സ്ഥലത്ത് ഇങ്ങനെ വോട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ സമയത്ത് തന്നെ അറിയില്ലേ, ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് മറുപടിയായി വരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇങ്ങനെ കൃത്യമായി മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിവാദങ്ങൾ കൂടുതലായി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ജനകീയ വിഷയങ്ങളിൽ ഏറ്റവും വലിയ പ്രതിപക്ഷത്തിന് പറയാനുണ്ടായിരുന്നത് ജനകീയ വിഷയങ്ങൾ ചർച്ചയിലേക്ക് വരുന്നില്ല, അതിനുള്ള അവസരം ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു. LDF ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, തുടക്കം മുതലുള്ള ആരോപണങ്ങൾ, ഇപ്പോൾ രാഹുൽ സ്ഥാനാർത്ഥിയായതിനു ശേഷം പിന്നീട് സരിൻ കോൺഗ്രസ് വിട്ട് LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകലായിരുന്നു UDF-ന്റെ പ്രധാന പരിപാടി. ഇന്നലെയാണ് UDF-ഉം NDA-യും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം, മണ്ഡലത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ബാധിക്കുന്ന ഒരു സമരം ഇന്നലെയാണ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ട്രാക്ടർ റാലി, അവരിൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ ആ സമരവുമായി മുന്നോട്ട് വന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ, ഇനിയിപ്പോൾ വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ, 20-ാം തീയതിയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ പരമാവധി വിഷയങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും UDF-ന്റെയും NDA-യുടെയും പ്രധാന ദൗത്യമായി മാറുക. LDF-നെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷേ അവിടെയും പ്രശ്നം എന്ന് പറയുന്നത്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പരാതികൾ, LDF-ന്റെ ഒപ്പം നിൽക്കുന്ന കർഷകർ പോലും പരാതികൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെല്ലാം മറുപടി പറഞ്ഞു പോകേണ്ട ഒരു ഘട്ടമുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പാലക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം വരുമ്പോൾ വലിയ വിവാദങ്ങളും, ഇപ്പോഴുണ്ടായതിനേക്കാൾ കൂടുതൽ വിവാദങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ പാലക്കാട് മാത്രം, ഈ വയനാടും ചേലക്കരയും കഴിഞ്ഞ ശേഷം പാലക്കാട് വലിയ തോതിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക്, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. പ്രസാദ്, ശരിയാണ്, ഈ 3 പേരുടെയും വാർ റൂമുകളിൽ എന്താണ് ഒരുങ്ങുന്നത് എന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും. കാരണം ഇനിയും ദിവസങ്ങളുണ്ട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് മറ്റൊരു പ്രത്യേകതയായി തോന്നിയത് പ്രസാദ്, ഈ 3 പാർട്ടികളിലും ഉൾപാർട്ടി പ്രശ്നങ്ങൾ കാര്യമായി ഉടലെടുത്തത് അല്ലെങ്കിൽ പ്രത്യക്ഷമായിരുന്നത് പാലക്കാട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ തുടക്കത്തിൽ അതിപ്പോൾ കോൺഗ്രസിനകത്താണ് വലിയ പുകച്ചിലും പ്രശ്നങ്ങളും നമ്മൾ കണ്ടത്. ശോഭാ സുരേന്ദ്രൻ്റെ ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെടുന്നതടക്കം BJP-യിലും അത്തരം പ്രശ്നങ്ങൾ കണ്ടു. ആദ്യമൊക്കെ സൈബർ സ്പേസിലൊക്കെ ആയിരുന്നു ഇടതുപക്ഷത്തിനകത്ത് സരിൻ സ്ഥാനാർത്ഥിയായതിലുള്ള ഒരു അമർഷവും കളിയാക്കലും ഒക്കെ കണ്ടത്. അത് ഇടതുപക്ഷ അനുഭാവികൾക്ക് അടുത്ത് നിന്ന് തന്നെ. പക്ഷെ അത് പിന്നീട് ഇങ്ങോട്ട് നീങ്ങുന്നതോടും ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കളൊക്കെ സരിനാണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനകത്ത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവുമില്ല എന്ന മട്ടിൽ കാര്യങ്ങൾ നീങ്ങുന്നത് കണ്ടു. അത് ശരിക്കും ആ ഒരു സംഘടനാ സംവിധാനത്തിന്റെ അച്ചടക്കം കൊണ്ട് നമുക്ക് തോന്നിയതാണോ, അതോ ശരിക്കും അങ്ങനെ തന്നെ ആയിരുന്നോ കാര്യങ്ങൾ? ഇതിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സരിൻ LDF-ന്റെ സ്ഥാനാർത്ഥിയായി തുടക്ക സമയത്ത്, അതായത് പഞ്ചായത്തുകളിൽ മാത്തൂര്, കണ്ണാടി, ഇത് 2 സ്ഥലത്തും CPM-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. കണ്ണാടിയിൽ മിക്കവാറും CPM പരാജയപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ പോലും കണ്ണാടിയിൽ CPM മുന്നിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലും തുടക്കത്തിലൊരു അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. കാരണം തലേ ദിവസം വരെ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ
LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ CPMൻ്റെ സംഘടനാ ശക്തി വളരെ ദുർബലമാണ്. വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് CPMന് ആളുള്ളതും അല്ലെങ്കിൽ അവിടെ സംഘടനാപരമായി ചലിക്കാൻ കഴിയുന്ന സ്ഥലമുള്ളതും. ഇപ്പോൾ യാക്കര പോലെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ CPMന് ശക്തിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കൽപ്പാത്തി, അതോടൊപ്പം തന്നെ വടക്കന്തറ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ CPM പൊതുവെ ദുർബലമാണ്. അപ്പോൾ ആ സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അവർക്ക് കിട്ടി എന്നുള്ള ചർച്ച തന്നെയാണ് പിന്നീട് LDFിനകത്താണെങ്കിലും CPMനകത്താണെങ്കിലും ഉള്ളത്. പക്ഷേ ഈ ഒരു പ്രശ്നം ഈ CPMൻ്റെ ശക്തിയുള്ള പഞ്ചായത്തുകളിൽ അത്തരത്തിലൊരു അതൃപ്തിയുണ്ട്. അത് എങ്ങനെ മറികടക്കാൻ കഴിയും, അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ ശ്രമം നേരത്തെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും CPMൻ്റെ എല്ലാം അല്ലെങ്കിൽ LDFിൻ്റെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അതെല്ലാം മാറിക്കഴിഞ്ഞു. എല്ലാവരും സരിനെ അംഗീകരിച്ചു. ഒരു മികച്ച ആവേശത്തോടുകൂടി, വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് സരിൻ്റെ ക്യാമ്പയിനുകളെല്ലാം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. വലിയ ശുഭപ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം ഈ നഗരത്തിലെ വോട്ടർമാർ കൂടുതലും മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള വോട്ടർമാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് സരിൻ എന്നൊരു പ്രതീക്ഷയാണ് ഇവരെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. പിന്നെ ഈ വിവാദങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ രാഹുൽ സ്ഥാനാർത്ഥിയായ സമയത്ത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയും വിവാദങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നതാണ്. ശ്രീകൃഷ്ണകുമാറിനും അതേപോലെയാണ്. അപ്പോൾ അവരെല്ലാം അത് മറികടന്നുകൊണ്ട് ഇനി വിജയത്തിലേക്ക് പോവുക എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി പുതിയ വിവാദങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജയിക്കാൻ വേണ്ടി എന്താണോ തന്ത്രം അതായിരിക്കും ഇനി പയറ്റുക. ശരിയാണ്. ഇനി നമ്മൾ വാർ റൂമുകളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് തോന്നുന്നു. കൽപ്പാത്തിയിൽ നാളെ തേര് തുടങ്ങുകയാണ്. അവിടേക്ക് ഈ 3 സ്ഥാനാർത്ഥികളും എത്തുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം കൂടുതൽ വോട്ടർമാരെ അവർക്ക് അവിടെ നിന്ന് നേരിൽ കാണാൻ കഴിയും. ആരൊക്കെ തേര് വലിക്കും, ആരോടൊക്കെ പറയും, എന്തൊക്കെ ചെയ്യും അവിടെ എന്നുള്ളത് കാര്യം നമ്മുടെ ക്യാമറകൾക്കും വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. ഏതായാലും ബിഗ് ബൈ ഷോ ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എനിക്കും ആസിഫിനും എല്ലാം തന്നെ ലിജോയ്ക്കും എല്ലാം നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക് രാവിലെ തന്നെ പോകേണ്ടതുണ്ട്. നാളെ ചേലക്കരയിലും വയനാട്ടിലും പോളിംഗ് നടക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും അവിടേക്ക് പോളിംഗ് ബൂത്തുകളിലേക്ക് പോകേണ്ടവരാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്.